മദനി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നീലഗിരിയിൽ നിന്ന് എൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അളിയന് തീരെ സുഖമില്ല, ശക്തമായി പനിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് പനിക്കുന്നു, കാലിൻ്റെ ഒരു ഭാഗത്തൊരു മുറിവ് വന്നിട്ട് മുറിവ് മാറുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മദനി തങ്ങളെ പേര് നീ എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്ക്, എന്നിട്ട് മദനി തങ്ങളെ പേര് യാസീൻ ഓതി ദുആ ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, പനി കൂടുതലാണ്, വല്ലാത്ത പനി വനിക്കുന്നുണ്ട്, കാലുമ മുറിയായ ഭാഗത്തുനിന്ന് പഴുപ്പൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അളിയ മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ആമീൻ. പെങ്ങൾ പറയാ, 2ാമത്തെ ദിവസം പനി വർദ്ധിച്ച ആ സമയത്ത് ആ പഴുപ്പുള്ള ഭാഗത്ത് പെട്ടെന്നൊരു തുണി എടുത്തിട്ട് അതിൻ്റെ പഴുപ്പ് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണം അതിൻ്റെ അകത്തു നിന്ന് പോകും. അവിടെ കൂടി അസുഖമൊക്കെ മാറി, എല്ലാ പ്രശ്നം മാറി. എത്രയോ ദിവസങ്ങൾ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ട് വളരെ ബേജാറായ വിഷയങ്ങൾ മഹാനായ മദനി തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് യാസീൻ ഓതി ദുആ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് ആ വിഷയം ഇന്ന വിഷയമാണെന്ന് ബോധ്യപ്പെടുന്ന നിലക്ക് നമുക്ക് ശിഫിയാകാൻ കഴിഞ്ഞു. അത് എപ്പോൾ? നമ്മുടെ പഠിക്കുന്ന കാലത്തുള്ളതാണ്. അതിലേറെ വലിയ അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്.